മൃതദേഹം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. പ്രതിഷേധക്കാരിൽ നിന്നും മൃതദേഹം വാങ്ങിക്കൊണ്ട് പോലീസ് കടുത്ത നടപടിയിലൂടെ പോലീസ് കസ്റ്റഡിയിൽ ആക്കിയിരിക്കുന്നു. മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡീൻ കുര്യാക്കോസ് എംപിയെ തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിന് അടുത്തേക്ക് തള്ളിയിടുന്ന ദൃശ്യങ്ങളും കണ്ടു. MLA അടക്കമുള്ളവരെ കടുത്ത ബലപ്രയോഗമാണ് പോലീസ് നടത്തി. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്നും ആ കസ്റ്റമറുടെ കസ്റ്റഡിയിൽ നിന്നും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അത്യന്തം ബലപ്രയോഗം ജനപ്രതിനിധികൾക്ക് നേരെ അടക്കം പോലീസ് നടത്തിയ കാഴ്ചയാണ് കണ്ടത്. അസാധാരണ സംഭവങ്ങളാണ് കോതമംഗലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് ഇപ്പോൾ മരിച്ച ഇന്ദിരയുടെ മൃതദേഹം പ്രതിഷേധക്കാരുടെ കസ്റ്റഡിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റി അവിടെ നിന്നും ഇപ്പോൾ പോലീസ് ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ഇനിയുള്ള സംസ്കാര നടപടികൾ മറ്റു നടപടികളിലേക്ക് പോലീസ് തന്നെ നീങ്ങാൻ പോകുന്നു. ജനപ്രതിനിധികളെ അടക്കം ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചുകൊണ്ട് കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആണ് പോലീസ് നേരിട്ടത്. ഡീൻ കുര്യാക്കോസ് എംപിയെ തൂക്കിയെടുത്ത് പോലീസ് വാഹനത്തിന് മുന്നിലേക്ക് തള്ളി ഇടുകയും ചെയ്തു. മാത്യു കുഴൽനാടനടക്കമുള്ള ജനപ്രതിനിധികളും സ്ഥലത്തുണ്ട്. അവരെയൊക്കെ തന്നെ ബലപ്രയോഗത്തിലൂടെ പോലീസ് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ മൃതദേഹം ഇപ്പോൾ പോലീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. പ്രതിഷേധക്കാരുടെ കൈവശത്ത് നിന്നും ഇന്ദിരയുടെ മൃതദേഹം, നാട്ടുകാരുടെ കൈവശത്ത് നിന്നും ഇന്ദിരയുടെ മൃതദേഹം ഇപ്പോൾ പോലീസ് മാറ്റിയിരിക്കുന്നു. കടുത്ത ബലപ്രയോഗമാണ് കഴിഞ്ഞ നിമിഷങ്ങളിൽ കോതമംഗലത്തെ ആ നഗര പ്രദേശത്ത് കാണാൻ കഴിഞ്ഞത്. അതിന്റെ മറ്റു ദൃശ്യങ്ങളിലേക്ക്